പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 25 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ടെലഗ്രാം ചാനലിൽ കയറി മോക്ക് ടെസ്റ്റുകൾ ധാരാളം ഉണ്ട്, അത് ആൻസർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനായിരുന്നു. ആരായിരുന്നു ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനായിരുന്നു. അതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കേട്ടോ. പക്ഷേ ആരായിരുന്നു ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയും ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനുമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യക്കാരനുമായ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലാണ്, എന്നാലോ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലാണ് ആരാണ്? സി രാജഗോപാലാചാരി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ ആര് നടത്തിയ വിഖ്യാതമായ പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 14 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന യോഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വന്ദേ മാതരം ആലപിച്ചത് ആരായിരുന്നു? സുജാത കൃപലാനി. സ്വാതന്ത്ര്യദിന പുലരിയിൽ ഇന്ത്യയിലെ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ത്രിവർണ പതാക ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയത് ആരായിരുന്നു? ഹൻസ മേത്ത. സ്വാതന്ത്ര്യദിന പുലരിയിൽ ഇന്ത്യയിലെ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ത്രിവർണ പതാക ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയത് ഹൻസ മേത്ത ആയിരുന്നു. സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു നാട്ടുരാജ്യ സംയോജനം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആര്? സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. അപ്പോൾ എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു നാട്ടുരാജ്യ സംയോജനം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ കൃതികൾ രചിച്ച ഏത് വ്യക്തിയെക്കുറിച്ച് നാരായണി ബസു രചിച്ച കൃതിയാണ് ദ അൺസങ് ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ? അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ കൃതികൾ രചിച്ച ഏത് വ്യക്തിയെക്കുറിച്ച്? അപ്പോൾ ഏത് വ്യക്തി എന്ന് ചോദിച്ചാൽ VP മേനോനാണ്. അപ്പോൾ VP മേനോൻ രചിച്ച കൃതികളാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റും. അപ്പോൾ ആ ഏത് വ്യക്തിയെക്കുറിച്ച് നാരായണി ബസു രചിച്ച കൃതിയാണ് ദ അൺസങ് ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ. അപ്പോൾ നാരായണി ബസു രചിച്ച കൃതി ഏതെന്ന് വെച്ചാൽ ദ അൺസങ് ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ. അത് ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ VP മേനോൻ. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് VP മേനോൻ. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാന്ന് വെച്ചാൽ അത് VP മേനോനാണ്. ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഒഡീഷ സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടാണ് VP മേനോൻ ഇന്ത്യൻ സംസ്ഥാനത്ത് ആദ്യ മലയാളിയായിട്ട് ഗവർണറായിട്ട് ചാർജ് എടുത്തത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആരാണ്? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകനാണ് സിറിൽ റാഡ്ക്ലിഫ്.
സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖയെ റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്നത്. ഇപ്പോൾ 2-3 രേഖകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്ന് റാഡ്ക്ലിഫ് രേഖ, അത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് റാഡ്ക്ലിഫ് രേഖ. രണ്ടാമത്തെ മക്മോഹൻ രേഖ, അത് ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര രേഖയാണ് മക്മോഹൻ രേഖ. ഇനി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര രേഖയാണ് ഡ്യൂറൻഡ് രേഖ. അപ്പോൾ റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, മക്മോഹൻ രേഖ ഇന്ത്യ ചൈന, ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. ജനപരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറിയ നാട്ടുരാജ്യമാണ് ജുനഗഡ്. ജനപരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറിയ നാട്ടുരാജ്യമാണ് ജുനഗഡ്. ഹൈദരാബാദിൽ നടന്ന പ്രക്ഷോഭങ്ങളെ ഏത് അർദ്ധസൈനിക വിഭാഗത്തെ ഉപയോഗിച്ചാണ് നൈസാം അടിച്ചമർത്താൻ ശ്രമിച്ചത്? അപ്പോൾ ഹൈദരാബാദിൽ നടന്ന പ്രക്ഷോഭങ്ങളെ ഏത് അർദ്ധസൈനിക വിഭാഗത്തെ ഉപയോഗിച്ചാണ് നൈസാം അടിച്ചമർത്താൻ ശ്രമിച്ചത്? റസാക്കർമാർ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ സൈനിക നീക്കത്തിന് നൽകിയ പേരെന്ത്? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ സൈനിക നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ പോളോ. ഇന്ത്യൻ യൂണിയനുമായി ഇൻസ്ട്രുമെന്റ് ഓഫ് അസൻഷനിൽ ഒപ്പുവച്ച ബോധചന്ദ്ര സിംഗ് ഏത് നാട്ടുരാജ്യത്തെ മഹാരാജാവായിരുന്നു? മണിപ്പൂര്. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് കാശ്മീർ ഭരണാധികാരി ആരായിരുന്നു? മഹാരാജ ഹരിസിംഗ്. കാശ്മീർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത് എന്നാണ്? 1947 ഒക്ടോബർ 26. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഹിതപരിശോധനയിലൂടെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ട ജില്ലയാണ് സിൽഹറ്റ്. സാർവത്രിക വോട്ടവകാശ തത്വത്തിലൂടെ 1948 ഇന്ത്യയിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടന്ന പ്രദേശമാണ് മണിപ്പൂർ. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്ന മാഹി, യാനം, കാരക്കൽ, പോണ്ടിച്ചേരി എന്നിവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത് ഏത് വർഷം? 1954. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ വർഷമാണ് 1961. മഹാത്മാഗാന്ധിയെ വധിച്ച കുറ്റത്തിന് നാഥുറാം വിനായക് ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആരാണ്? നാരായൺ ആപ്തെ. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മഹാത്മാഗാന്ധി മതസൗഹാർദ്ദത്തിനുള്ള പരിശ്രമങ്ങളിൽ മുഴുകിയത് എവിടെയായിരുന്നു? കൊൽക്കത്തയിൽ. 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇതോടുകൂടി 25 GK ക്വസ്റ്റ്യൻസും തീർന്നു. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ കയറി മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.